ഈസ്റ്ററിനോടനുബന്ധിച്ചോ ക്രിസ്മസിനോടനുബന്ധിച്ചോ പള്ളികളിലും അരമനകളിലും ഒക്കെ കയറി ഇറങ്ങുകയും കേക്ക് നൽകുകയും ഒക്കെ ചെയ്യുമ്പോഴും അവരുടെ യഥാർത്ഥ മുഖം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ജോസ് കെ മാണിയെ പോലെ ഒരാൾ വന്നാൽ നമ്മുടെ നാട് വികസിക്കും, നമ്മുടെ ഭാവി തലമുറ സുരക്ഷിതമാകും എന്ന് ചിന്തിക്കുന്നവരാണ് പാലായിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ. ഇവിടെ ശക്തമായ മത്സരം എന്ന് പറയുമ്പോൾ UDF-ഉം LDF-ഉം തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം നടത്തുന്നത്. ഒപ്പം ഇപ്പോഴത്തെ MLA-ക്ക് ഒരു പദ്ധതികളും ഈ കിടക്കുന്ന പദ്ധതികൾ ഒന്ന് യാഥാർത്ഥ്യമാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പുതിയതായ ഒരു പദ്ധതി പോലും ഇവിടെ കൊണ്ടുവരാൻ പാലാ നിയോജകമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലയിലാണ്. സാധാരണഗതിയിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ത്രികോണ മത്സരമാണ് ഇത്തവണ പാലാ മണ്ഡലത്തിൽ ഉണ്ടാകുന്നത് എന്ന തരത്തിൽ രാഷ്ട്രീയ വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും എന്താണ് യഥാർത്ഥമായിട്ട് പാലയിലെ ഒരു രാഷ്ട്രീയം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾക്കൊപ്പമുള്ളത് KM മാണി സാറിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ഔസേപ്പച്ച സാറാണ്. സാർ നമസ്കാരം. ഈ പറഞ്ഞതുപോലെ ത്രികോണ മത്സരമാണോ പാലയിൽ ഇത്തവണ? മാധ്യമങ്ങള് ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ പാലായിൽ ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ള രീതിയിൽ വലിയ വ്യാഖ്യാനവും പ്രചരണവുമാണ് നൽകിയത്. പക്ഷെ നമ്മൾ പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങിയപ്പോൾ അത്തരത്തിലൊരു ഫീലിംഗ് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇവിടെ ശക്തമായ മത്സരം എന്ന് പറയുമ്പോൾ UDF-ഉം LDF-ഉം തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം നടത്തുന്നത്. ഒപ്പം തന്നെ BJP അവരുടെ കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ട്. വ്യാപകമായ രീതിയിലുള്ള പ്രചരണവും പണക്കൊഴുപ്പും ഒക്കെ ഇവിടെ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഈ പറയുന്നത് പോലെ BJP-യെ സംബന്ധിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ചില പാരഡികളൊക്കെ കാണാനിടയായി. അത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? ഒരിക്കലുമില്ല. എന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്കെല്ലാം ബോധ്യമുണ്ടല്ലോ. യാഥാർത്ഥ്യം ജനങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്. ശബരിമലയുടെ വിഷയത്തില് ഗവൺമെന്റിന്റെ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഹൈക്കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ സുതാര്യമായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് ഹൈക്കോടതി തന്നെ അതിന് സർട്ടിഫിക്കറ്റ് നൽകിയതാണ്. നല്ല രീതിയിലാണ്, യാതൊരു പരാതികളും ഇടകൊടുക്കാത്ത രീതിയിലുള്ള അന്വേഷണം, നല്ല രീതിയിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്. തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും അവര് തുറുങ്കലിൽ അടയ്ക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ അവരെ നമുക്കെതിരെ LDF-നെതിരെ ഇതൊരു പ്രചരണമായുധമാക്കുമ്പോൾ സ്വർണം കട്ടവരും കൊണ്ടുപോയവരും വാങ്ങിയവരും ഒക്കെ ഒറ്റ ഫ്രെയിമിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്ന ചിത്രവും, അത് ചിത്രം മാത്രമല്ല, നിരന്തരം കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ നേതൃനിരയുടെ അടുത്ത് നിരന്തരം ഇവരെല്ലാം ഒന്നിച്ചു കൂടുന്നു, അവരുടെ വസതിയിൽ സ്വൈര്യവിഹാരം നടത്തുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പാലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദു ക്രൈസ്തവ വോട്ടുകളാണ്. സ്വാഭാവികമായിട്ടും UDF-നും LDF-നും വിഭജിച്ച് പോകുന്നത് അത്തരം വോട്ടുകളാണ്. ആ ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് BJP ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വോട്ട് പോകാനുള്ള സാധ്യതകളുണ്ടോ? ഒരിക്കലുമില്ല. ആ രീതിയിലുള്ള പ്രചരണം അവർ നടത്തിയെങ്കിലും അവരുടെ ന്യൂനപക്ഷ നിലപാടുകളൊക്കെ ജനങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഇവിടുത്തെ പാലായിലെ ജനസമൂഹം നല്ല വിദ്യാഭ്യാസമുള്ളവരും രാഷ്ട്രീയത്തെ ആ നിലയിൽ നോക്കിക്കാണുവാൻ കെൽപ്പുള്ളവരും ഒക്കെയാണ്. അവരതൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്ററിനോടനുബന്ധിച്ചോ ക്രിസ്മസിനോടനുബന്ധിച്ചോ പള്ളികളിലും അരമനകളിലും ഒക്കെ കയറി ഇറങ്ങുകയും കേക്ക് നൽകുകയും ഒക്കെ ചെയ്യുമ്പോഴും അവരുടെ യഥാർത്ഥ മുഖം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് കേരളത്തിൽ മാത്രമല്ല, മറ്റ് ഇതര സംസ്ഥാനങ്ങളിലൊക്കെ BJP-യുടെ ക്രൈസ്തവരോടുള്ള സമീപനം, ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം, അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സമീപ ദിവസങ്ങളിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ബില്ല് സംബന്ധിച്ച് ജനങ്ങളെ ഇതിലൊക്കെ ആശങ്കയുള്ളവരാണ്. അത് ഏറ്റവും വലിയ പാലയിലെ ഒരു ചർച്ചാ വിഷയം ഈ പറയുന്ന FCRA ബില്ല് തന്നെയാണ്. അത് ഏത് തരത്തിലാണ് ആ തിരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായി മാറുന്നത്? ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തെ, അവരെ നമുക്കറിയാം, വളരെ സുതാര്യമായ രീതിയിലാണ് ക്രൈസ്തവർ അവരുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ വിദേശത്ത് നിന്ന് ഇതുപോലുള്ള എയ്ഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കണക്കുകളൊക്കെ കാലാകാലങ്ങളിൽ സമർപ്പിക്കുകയും അതൊക്കെ ചെയ്യുന്നവരാണ്. അവര് ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് വളരെ കൃത്യമായി അത് നടത്തിക്കൊണ്ടു പോകുമ്പോൾ അതിനെതിരെയൊക്കെ തടയിടാനും ക്രൈസ്തവർക്ക് മേല് അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്നതിനൊക്കെയുള്ള വലിയ ആശങ്കകൾ അതിലേക്കൊക്കെ പോകുന്നു എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ക്രൈസ്തവരെല്ലാവരും വളരെ ബോധവാന്മാരാണ്. അവർ ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന ആ ബില്ല് അല്ലെങ്കിൽ മറ്റ് അതിന്റെ മുന്നോട്ടുള്ള ചരിത്രങ്ങൾ എത്ര പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ ഒക്കെ പീഡിപ്പിക്കുന്ന ഒരു നിലപാടാണ്
അവരുടെ ഓരോ പ്രവൃത്തിയിലും നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ ഇവിടെ എത്ര പ്രചരണം നടത്തിയാലും അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. അവരൊന്നും ഈ പ്രചരണത്തിൽ വീഴില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ പറയുന്നത് പോലെ ഒരുപാട് ആളുകളെ കണ്ട് സംസാരിച്ചായിരുന്നു. ഇത്തവണ പാലയുടെ ആ ഒരു പൾസ് എന്താന്ന് പറയുന്നത് സാധാരണക്കാർക്കിടയിലേക്ക് ചെല്ലുമ്പോൾ ജോസ് കെ മാണി എന്നുള്ള പേര് തന്നെയാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും ജോസ് കെ മാണി എന്ന് പറയുമ്പോൾ മാണി സാറിന്റെ പേര് നമ്മൾ ഓർക്കും. അവരും നമ്മളോട് പറയാണ് തീർച്ചയായും അച്ഛന്റെ മകനാണ്, ആ അച്ഛൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ മകൻ തന്നെ വരേണ്ടതുണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ്. അപ്പൊ സാറിന് കാണുമ്പോൾ കുറച്ചുകൂടി അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവുമല്ലോ. കാരണം മാണി സാറിനൊപ്പം പ്രവർത്തിച്ച ഒരാളാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഒരു MLA ആയിട്ട് വരുമ്പോൾ വരാൻ പോകുന്ന മാറ്റങ്ങൾ? തീർച്ചയായിട്ടും ഇവിടെ മാണി സാറിന്റെ അനുഭവം പറയുണ്ടായല്ലോ. ഞാൻ 20 വർഷക്കാലം KM മാണി സാറിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചയാളാണ്. അപ്പോൾ പാലായിലെ ഓരോ വികസന പ്രവർത്തനങ്ങളിലും മാണി സാറിന്റെ അധ്വാനം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അത് ഇവിടുത്തെ ഓരോ വികസന പ്രവർത്തനങ്ങളെടുത്തു ഓരോന്നോരോന്നെടുത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല. പാലായിലെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിനാകെ മാതൃകയാണ്. അത് റോഡുകളാവട്ടെ, പാലങ്ങളാവട്ടെ, അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളാകട്ടെ, ഇങ്ങനെ എല്ലാ രീതിയിലും ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ഏറ്റവും മികച്ച രീതിയിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഉദാഹരണം മീനച്ചിലാറാണല്ലോ പാലായുടെ ഒരു കേന്ദ്രമാണ്. മീനച്ചിലാറ് ഈ പാലാ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 9 കിലോമീറ്റർ അരുവിത്തറ പാലം മുതൽ ചേർപ്പൊങ്കൽ വരെയാണ് പാലാ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തിയിലൂടെ മീനച്ചിലാർ ഒഴുകി പോകുന്നത്. ഈ 9 കിലോമീറ്ററിനിടയ്ക്ക് ഒരു നദിക്ക് കുറുകെ 9 പാലങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. 9 പാലങ്ങൾ. ഇതൊന്നും കേരളത്തിൽ വേറെ ഒരിടത്തും ഇല്ല. ഇപ്പോ ഇത് ഒരു സാധാരണ ഒരു ജില്ലാ ആസ്ഥാനത്താണ് സിവിൽ സ്റ്റേഷൻ. പക്ഷെ പാലായില് സിവിൽ സ്റ്റേഷൻ മാത്രമല്ല, ഒരു മിനി സിവിൽ സ്റ്റേഷൻ, അഡീഷണൽ ഒരു സിവിൽ സ്റ്റേഷൻ കൂടെ മാണിസാറിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട് കിടക്കുകയാണ്. അത് അതിനുശേഷം ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ MLAക്ക് അതിന് കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഫണ്ടുകൾ ഉപയോഗിച്ച്, ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു നിയോജക മണ്ഡലമാണ് പാല. ആ രീതിയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 7 വർഷക്കാലമായി മാണിസാറ് കൊണ്ടുവന്ന ആ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടായില്ല എന്ന് മാത്രമല്ല, ആ വികസന പ്രവർത്തനങ്ങൾ സ്വിച്ചിട്ടതുപോലെ നിന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒട്ടേറെ പദ്ധതി നിന്നതാണോ നിർത്തിച്ചതാണോ അത് നിങ്ങൾക്ക് അവരുടെ പ്രചരണങ്ങൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അതിന്റെ വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ്ട് ഞാൻ എണ്ണി പറയുന്നില്ല, ഒട്ടേറെ വികസന പദ്ധതികൾ. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് 7 വർഷം മുമ്പ് പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടതാണ് KM മാണി സാറിന്റെ കാലത്ത്. അത് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കളരിയാമാക്കൽ പാലം, ആ പാലം നിർമ്മിച്ചു, അതിന്റെ അപ്രോച്ച് റോഡോ അതിന്റെ ബാക്കി നടപടികളോ മുന്നോട്ട് പോയില്ല. പാലാ സ്റ്റേഡിയത്തോടനുബന്ധിച്ച് ഒരു സിന്തറ്റിക് ട്രാക്കിനോടനുബന്ധിച്ച് 1 കോടി രൂപ മുടക്കി അവിടെ ഒരു ഗാലറി നിർമ്മിക്കുന്നതിന് വേണ്ടി KM മാണി സാറിന്റെ കാലത്ത് ആസ്തി വികസനത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ചതാണ്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പാലായിലെ അമ്യൂണിറ്റി സെന്റർ, അത് നിർമ്മാണം പൂർത്തിയാക്കി, അത് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല. പാലായിലെ റിവർ വ്യൂ റോഡ് 7 വർഷമായി കാട് പിടിച്ച് ആ മീനച്ചിലാറിന്റെ തീരത്ത് റിവർ വ്യൂ റോഡ് ഏതാണ്ട് 70-80% നിർമ്മാണം പൂർത്തിയാക്കി കിടക്കുന്നു. അത് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. മിനി സിവിൽ സ്റ്റേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. മിനി സിവിൽ സ്റ്റേഷൻ 100% നിർമ്മാണം പൂർത്തിയാക്കി, അതിന്റെ പ്ലംബിങ്, അതിന്റെ മറ്റേ ഓഫീസ് എക്യുപ്മെന്റ്സ് എല്ലാം മേടിച്ചെല്ലാം നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. അത് തുറന്നു കൊടുത്ത ഒരു സർക്കാർ ഓഫീസ് അങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. മരിയൻ സെന്ററിന്റെ മുന്നിൽ നമ്മുടെ റോഡ് ബൈപ്പാസ് റോഡ്, അത് ആ ഒരു ഭാഗം, ഒരു വീടിന്റെ ഭാഗം മാത്രം എടുത്ത് അവിടെ ഒന്ന് ഓപ്പൺ ചെയ്താൽ ആ റോഡ് സുഗമമായി മുന്നോട്ട് പോകും. അത് കൊണ്ടുവന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ 6-7 വർഷക്കാലമായി പാലാ ടൗണിൽ മാത്രം മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളാണ്. ഇപ്പോഴത്തെ MLAക്ക് ഒരു പദ്ധതികളും ഈ കിടക്കുന്ന പദ്ധതികൾ ഒന്ന് യാഥാർത്ഥ്യമാക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പുതിയായ ഒരു പദ്ധതി പോലും ഇവിടെ കൊണ്ടുവരാൻ, പാലാ നിയോജകമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, മാണി സാറിന്റെ കൂടെ നിന്നപ്പോൾ എങ്ങനെയാണ് ഒരു പദ്ധതി, ആ നാടിന് എന്താണ് ആ നാടിന് ആവശ്യമെന്ന് മനസ്സിലാക്കി ഒരു പദ്ധതി മനസ്സിൽ കണ്ട് അതിന് പ്രോജക്റ്റ് ഉണ്ടാക്കി, ആ പ്രോജക്റ്റ് ഗവൺമെന്റിന്റെ മുമ്പിൽ സമർപ്പിച്ച്, ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ച്, മന്ത്രിയെ സമീപിക്കണമെങ്കിൽ മന്ത്രിയെ സമീപിച്ച്, ഫണ്ട് അനുവദിപ്പിച്ച് അത് യാഥാർത്ഥ്യമാക്കി കൊണ്ടുവരണമെങ്കിൽ ഒത്തിരി എഫേർട്ട് ഉണ്ട്. അപ്പോ അത് ആ പദ്ധതിക്ക് പുറകെ ഒരാൾ നിന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോ അത് കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് പാലായിൽ നടക്കുന്നില്ല. പുതിയൊരു പദ്ധതിയും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
കാര്യത്തിൽ പാലാക്കാർക്ക് വലിയ നിരാശയാണുള്ളത്. നിരാശയുണ്ട്. ഈ പറയുന്നത് പോലെ ഇത്തവണത്തെ മത്സരത്തിനും അദ്ദേഹം തന്നെയാണ്, സിറ്റിംഗ് MLA അതെ തന്നെയാണ് അതെ UDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അതെ അപ്പോ എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് വീണ്ടും കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും ഇവിടുത്തെ സിറ്റിംഗ് MLAക്കെതിരെയുള്ള ജനവികാരമാണ് ഇന്ന് ഉയർന്നു കേൾക്കുന്നത്. ഈ വികസന കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഇങ്ങനെ ഒരെയുള്ള ഒരാൾ തങ്ങളുടെ ജനപ്രതിനിധിയായാൽ എന്തായിരിക്കും നാളെയുടെ ഭാവി എന്നതിനെ കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട്. ഇപ്പോ രണ്ട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ സിറ്റിംഗ് MLA പറഞ്ഞല്ലോ, സിറ്റിംഗ് MLA ആയിട്ട് ഒരാൾ മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ അമ്പേ പരാജയമാണ്. എന്നാൽ എതിർപക്ഷത്തെ സ്ഥാനാർത്ഥിയെ നോക്കൂ. എതിർപക്ഷത്തെ കഴിഞ്ഞ തവണ മാണി സി കാപ്പനും ജോസ് കെ മാണിയും കൂടെ മത്സരിച്ചപ്പോൾ ജോസ് കെ മാണി പരാജയപ്പെട്ടയാളാണ്. എങ്കിൽ കൂടി അദ്ദേഹം കഴിഞ്ഞ 7 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ഒട്ടേറെ വികസന പദ്ധതികളാണ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇപ്പം കേന്ദ്രത്തിലെ ജോസ് കെ മാണി രാജ്യസഭ MP ആയിരിക്കുമ്പോൾ രാജ്യസഭയിൽ അദ്ദേഹം പ്രതിപക്ഷത്താണ്, ഭരണപക്ഷത്തിന്റെ ഒരാളല്ല, പ്രതിപക്ഷത്താണ്. എങ്കിൽ കൂടി പാലാ നിയോജക മണ്ഡലമോ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയ്ക്കൊക്കെ ഉതകുന്ന നിരവധി പദ്ധതികൾ, അത് സയൻസ് സിറ്റി ആവട്ടെ, IIIT ആവട്ടെ, കേന്ദ്രീയ വിദ്യാലയങ്ങളാകട്ടെ, അതല്ലെങ്കിൽ സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് നിരവധിയായ റോഡുകളുടെ നവീകരണമാകട്ടെ, പാസ്പോർട്ട് ഓഫീസ് ആവട്ടെ, അതല്ലെങ്കിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനും അനുബന്ധിച്ച് വികസനങ്ങളാകട്ടെ, ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ അദ്ദേഹത്തിന് ആവിഷ്കരിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ പാലായെ സംബന്ധിച്ച് എടുത്തു പറയുമ്പോൾ പാലായിൽ വന്നിരിക്കുന്ന IIIT ഏതാണ്ട് 3000-ഓളം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുകയാണ് വർഷങ്ങളായിട്ട്. 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ IIIT ഇന്ന് ഈ നാടിന്റെ വലിയൊരു വികസന പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയ ഒരു പദ്ധതിയാണ്. ഇത്രയും കുട്ടികൾ അവിടെ താമസിച്ച് പഠിക്കുമ്പോൾ ആ നാടിനുണ്ടാകുന്ന വളർച്ച എത്രമാത്രമാണ്. അതുമാത്രമല്ല, ഇപ്പോ പുതുതായിട്ട് IIITയോട് ചേർന്ന് ഇൻഫോസിറ്റി കൂടി സ്ഥാപിക്കുവാനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ അത് കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റിനെയും ഒക്കെ സമീപിച്ച് അതിനുള്ള അംഗീകാരം മേടിച്ച് അതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കോ അതല്ലെങ്കിൽ കൊച്ചിയിലെ ഇൻഫോസിറ്റിയോ ആയിരക്കണക്കിന് യുവജനങ്ങൾക്ക് ജോലി ലഭിക്കുന്ന വലിയ സ്ഥാപനമാണ്. അത് ആ പ്രദേശത്തിന് മാത്രമല്ല, ആ നാടിനൊന്നാകെ, ആ ജില്ലയ്ക്കൊന്നാകെ പ്രയോജനം ലഭിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിനും കൊച്ചിക്കും ശേഷം കേരളത്തില് നമ്മുടെ പാലായിലെ വലൂർ എന്ന ഗ്രാമത്തിൽ ആ ഇൻഫോസിറ്റി നാളെ ഉയർന്നു വരുമ്പോൾ അത് ഈ നിയോജകമണ്ഡലത്തിന് മാത്രമല്ല, ജില്ലയിൽ ഒട്ടാകെ വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കും. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് യുവജനങ്ങൾ, വിദ്യാർത്ഥികളൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതിനൊക്കെ തടയിടാൻ ഇത് ഉപകരിക്കും. നാളുകളില് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ലഭിക്കാൻ ഉതകുന്ന പദ്ധതികളാണ് ജോസ് കെ മാണി ആവിഷ്കരിച്ച് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോ ഈ ഇലക്ഷൻ സമയത്ത് പാലായിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി, ഇപ്പൊ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. UDF ഉണ്ടാവാം, LDF ഉണ്ടാവാം, അല്ലെങ്കിൽ BJP ഉണ്ടാവാം. അപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് നമ്മളെല്ലാവരും നമ്മുടെ ഭാവി തലമുറയെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നുണ്ട്. നമ്മുടെ മക്കള്, നമ്മുടെ കൊച്ചുമക്കള് അവർ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവണം, ഇവിടെ ഒരു ജോലി ലഭിക്കണം, അല്ലെങ്കിൽ ആ ഒരു ചിന്തയുള്ളവരാണ് എല്ലാവരും. അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവർക്കും അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു വികാരം ഇവിടെയുണ്ട്. കാരണം ജോസ് കെ മാണിയെ പോലെ ഒരാൾ ഇത്ര ദീർഘവീക്ഷണമുള്ള ഒരു പദ്ധതി നടപ്പാക്കണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് അതിന് പുറകെ നിന്ന് ഒത്തിരി കഠിനാധ്വാനമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MPക്ക് തീർച്ചയായിട്ടും കേന്ദ്ര ഫണ്ട് കൊണ്ടിരുന്നത് ഒട്ടേറെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് നിശ്ചയദാർഢ്യത്തോടുകൂടി അദ്ദേഹം ഇത് ഇവിടെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ജോസ് കെ മാണിയെ പോലെ ഒരാൾ ഇവിടെ നിന്ന് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ അത് ഭാവിയിൽ നമ്മുടെ ഈ നാടിന് പ്രയോജനം ചെയ്യും എന്നുള്ള ഒരു ചിന്ത പൊതുജനങ്ങളുടെ ഇടയിൽ പരക്കെയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ MLA ഒരു പരാജയമായി, പ്രവർത്തന മേഖലയിൽ പരാജയമായി ജോസ് കെ മാണി ഇവിടെ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ കാർഷിക മേഖലയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇവിടെ. അപ്പോ എന്താണ് പാലയിലെ ഒരു കാർഷിക ഭാവി എന്താണ്? റബ്ബറിനെ സംബന്ധിച്ച് റബ്ബർ മേഖലയാണല്ലോ, ഇതൊരു റബ്ബർ കർഷകര് കൂടുതൽ വസിക്കുന്ന ഒരു മേഖലയാണ്. KM മാണി സാറിന്റെ ബഡ്ജറ്റിലൂടെയാണ് റബ്ബറിന് താങ്ങുവില 150 രൂപ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മറ്റൊരു വിളക്ക് ആ രീതിയിലുള്ള ഒരു പദ്ധതി നിലവിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ റബ്ബറിന്റെ വില എത്ര തന്നെ, 1 കിലോഗ്രാം റബ്ബറിന്റെ വില എത്ര തന്നെ താഴെ പോയാലും അവർക്ക് 150 രൂപ ഉറപ്പാക്കുന്ന ഒരു പദ്ധതി KM മാണി സാർ അവതരിപ്പിച്ചതാണ്. അത് ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം
ഈ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം അത് 150-ൽ നിന്ന് 170-ആയും അവിടെ നിന്ന് 180-ആയും ഇപ്പോൾ 200-ആയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കർഷകരോട് പ്രതിബദ്ധതയുള്ള കേരള കോൺഗ്രസും ജോസ് കെ മാണി ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നാളുകളിൽ അത് നമുക്ക് തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. 250 രൂപ വർദ്ധിപ്പിക്കണം എന്നുള്ള ആ ശ്രമമാണ് നടത്തിയിരുന്നതെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധാത്മകമായ നിലപാടുകൾ നമുക്കൊക്കെ അറിയാം, വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച അത്രയും എത്തിയില്ലെങ്കിൽ പോലും ഇപ്പോൾ 200-ആക്കി അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു. നാളുകളിൽ തീർച്ചയായിട്ടും അത് ഉയർത്തിക്കൊണ്ടുവരുവാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അച്ഛന്റെ കൂടെ 25 വർഷത്തോളം 20 വർഷത്തോളം പ്രവർത്തിച്ച ഒരാളാണ്. ഇപ്പോ ജോസ് കെ മാണിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോ ഇവര് തമ്മിലുള്ള ഒരു ഒത്തൊരുമയോ അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള ഒരു എന്താണ് പറയാ, രണ്ടാളും തമ്മിൽ സമാനമായിട്ടുള്ള രീതികൾ പലതും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പറയാനുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? കാര്യങ്ങൾ പ്രവർത്തനത്തിലെ ഓരോ വ്യക്തികൾക്കും പ്രവർത്തനങ്ങള് രീതികളും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ സമാനമായ രീതി എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം, മാണിസാർ ഒരിക്കലും രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചൊരിക്കലും കണ്ടിട്ടില്ല. രാഷ്ട്രീയ നിലപാടുകൾ അസംബ്ലിയിലാണെങ്കിലും പുറത്താണെങ്കിലും തന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും അതിനനുസരിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും രാഷ്ട്രീയമായ വിമർശനങ്ങൾ നടത്തുമ്പോഴും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പോലും മുറിപ്പെടുത്തുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ കെ എം മാണി സാറിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ കാണാൻ നമുക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. എത്ര 50-53 വർഷക്കാലത്തെ രാഷ്ട്രീയ ചരിത്രം ഉണ്ട്. ആരും ആ രീതിയിൽ മാണി സാറിനെ ഒരാളെ ഒരു മുറിപ്പെടുത്തുന്ന ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ട് ആരും പറയില്ല. അതുപോലെ തന്നെയാണ് അത് അക്ഷരം പ്രതി അല്ലെങ്കിൽ വളരെ കൃത്യമായി മാണി സാറിന്റെ അതേ പാരമ്പര്യം അതേപോലെ നമുക്കറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഇത്രമാത്രം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു രാഷ്ട്രീയ നേതാവ് നിലവിൽ കേരളത്തിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ജോസ് കെ മാണിയെ പോലെ അദ്ദേഹത്തിന്റെ മുന്നണി മാറ്റത്തിനു ശേഷം അല്ലെങ്കിൽ UDF-ൽ നിന്ന് മാണി സാറിന്റെ മരണത്തിന് ശേഷം ജോസ് കെ മാണിയെ UDF-ൽ നിന്ന് ആ പാർട്ടിയെ പുറത്താക്കുന്നു. പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടുന്നു, പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടുന്നു, കൊടി നഷ്ടപ്പെടുന്നു, ഒട്ടേറെ പാർട്ടി നേതാക്കന്മാര് വിട്ടുപോകുന്നു. മാണി സാറിന്റെ മരണത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഉള്ളപ്പോഴും രാഷ്ട്രീയമായി വലിയ ആക്രമണമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. എതിരാളികള് മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ജോസ് കെ മാണിയെ അപഹസിക്കുന്ന രീതിയിൽ വലിയ പ്രചരണങ്ങൾ നടത്തി. കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും അസ്തമിക്കുന്നു എന്നുള്ള രീതിയിൽ വലിയ പ്രചരണങ്ങൾ ഒട്ടേറെ ഭാഗത്തുനിന്നുണ്ടായി. അതിനെയൊക്കെ സധൈര്യം നേരിട്ടു എന്ന് മാത്രമല്ല, മുഴുവൻ ജനങ്ങളെയും അല്ലെങ്കിൽ ആ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് പ്രവർത്തനത്തിലൂടെ അദ്ദേഹം പാർട്ടിയുടെ അംഗീകാരം നേടിയെടുത്തു, ചിഹ്നം നേടിയെടുത്തു, കൊടി നേടിയെടുത്തു. നമുക്ക് അംഗീകാരം ലഭിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നല്ല പ്രവർത്തനങ്ങൾ, അതായത് പ്രത്യേകിച്ച് കാർഷിക മേഖലയുടെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ എന്നോട് ചോദിച്ചതുപോലെ മാണി സാറിന്റെയും ജോസ് കെ മാണിയുടെയും പ്രവർത്തനം എന്ന് ചോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്യുന്ന മാണി സാർ അങ്ങനെയായിരുന്നു. ഒരു വിഷയം, എന്തെങ്കിലും ഒരു വികസനം അല്ലെങ്കിൽ അതുപോലൊരു വിഷയത്തിന് വേണ്ടി തീരുമാനിച്ചിറങ്ങിയാൽ അത് നടപ്പാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്യുന്ന ആളായിരുന്നു മാണി സാർ. ജോസ് കെ മാണിയെ നമുക്ക് ആ രീതിയിൽ തന്നെ കാണാൻ കഴിയും. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ IIITക്കൊക്കെ പുറകിലുള്ള അധ്വാനം എത്രയോ വലിയ അധ്വാനമാണ്. അപ്പോൾ ഇത് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി അതിന്റെ പുറകെ നിന്ന് എപ്പോഴും അതിനുവേണ്ടി അധ്വാനിച്ച് ആണ് അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ രണ്ടുപേരും തുല്യരാണ് നല്ല രീതി. അതുപോലെ തന്നെയാണ് ജോസ് കെ മാണി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരെയും ഈ അപവാദ പ്രചരണങ്ങളൊക്കെ അദ്ദേഹത്തിനുമുണ്ട്. അദ്ദേഹത്തിനെതിരെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഒക്കെ വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളും ഒക്കെ അഴിച്ചുവിട്ടപ്പോഴും മാന്യത വിട്ട ഒരൊറ്റ വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇത് അദ്ദേഹത്തിന്റെ അവരുടെ ഒരു സവിശേഷതയായിട്ട് ഞാൻ ഏറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇപ്പോ നഷ്ടമായി എന്ന് തോന്നുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി, ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ജോസ് കെ മാണി പോകുന്നത് എന്ന് ചുരുക്കം. അപ്പോ ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം തെളിയുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഒരു ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ജോസ് കെ മാണി എന്നുള്ള പേര് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. പാലായിലെ ജനങ്ങള് അത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ജോസ് കെ മാണിക്ക് അനുകൂലമായി നല്ല ഭൂരിപക്ഷത്തോടുകൂടി
പാലായിൽ നിന്ന് വിജയിച്ചു വരാൻ കഴിയും. അത് രാഷ്ട്രീയത്തിന് അതീതമാണ്. എസ് കെ മാണിക്ക് ലഭിക്കുന്ന വോട്ട് രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് ലഭിക്കും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മുടെ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്നവർ, നമ്മുടെ ഭാവി തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, അത് UDF എന്നോ LDF എന്നോ BJP എന്നോ ഇതര കക്ഷികളെന്നോ വ്യത്യാസമില്ലാതെ എസ് കെ മാണിയെ പോലെ ഒരാൾ വന്നാൽ നമ്മുടെ നാട് വികസിക്കും, നമ്മുടെ ഭാവി തലമുറ സുരക്ഷിതമാകും എന്ന് ചിന്തിക്കുന്നവരാണ് പാലായിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും. അവരത് വെറുതെ ചിന്തിക്കുന്നതല്ല, കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് നമുക്കത് പറയാൻ കഴിയും. ഈ ജോസ് കെ മാണി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് വിജയിക്കുന്ന കാര്യത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. എന്തായാലും നമുക്കും ഈ പറയുന്നത് പോലെ എന്താണ് പാലയുടെ മനസ്സിലുള്ളത് എന്ന് അറിയാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. നമസ്കാരം.